നെഞ്ചിൽ ഈ നെരുപ്പോടും വെച്ചുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ ഇനിയും എനിക്ക് എന്റെ മോനോട് സംസാരിക്കാൻ പറ്റില്ല. അവനറിയണം സത്യം എന്താണെന്ന്. അറിഞ്ഞിട്ട് ഒരു ജ്യോത്സ്യം പറയുന്നത് കേട്ടിട്ട് രവിക്കുഞ്ഞ് ഇതിന്ന് പിന്മാറുമെന്ന് ഗായത്രിയമ്മ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ എന്റെ മുന്നിൽ എന്റെ മോൻ മാത്രമേ ഉള്ളൂ. അവന്റെ സുരക്ഷ മാത്രം. അതിൽ വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും കാര്യം ഞാൻ ആലോചിക്കുന്നേ ഇല്ല ബാലമ്മ. അല്ലെങ്കിൽ ജോത്സരെ അവൻ പോയി നേരിട്ട് കണ്ട് പരിഹാരം ചോദിക്കട്ടെ. ഇതേതായാലും ഇന്ന് ഞാൻ അവനെ അറിയിക്കും. അവൻ തീരുമാനിക്കട്ടെ അവന്റെ ശരിയും തെറ്റും. എന്ത് തീരുമാനിച്ചാലും ഒരമ്മയുടെ കടമ ഞാൻ ചെയ്യുന്നു, അത്ര തന്നെ. ആ കടമ രവിക്കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാക്കും. പ്രണയം തലയ്ക്ക് പിടിച്ചൊരാൾ ആരെന്തു പറഞ്ഞാലും ചെവി കൊടുക്കില്ല ഗായത്രിയമ്മേ. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. ഗായത്രിയമ്മേ, ഇപ്പോഴീ കാര്യം രവിക്കുഞ്ഞിനോട് പറയുന്നത് നല്ലതല്ല. ഞാൻ പറയുന്നത് അമ്മ കിടന്നില്ലായിരുന്നോ? എവിടെ സാൻഡ്രയും രഘുവും രേഖയൊക്കെ? അവരൊക്കെ കിടന്നു. നന്നായി. എങ്കിൽ പിന്നെ അമ്മയും കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ്. രാവിലെ കാണാം. രവി നിൽക്ക്. എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. അർജന്റാ. എന്താ അമ്മേ? ഞാൻ പറയാൻ പോകുന്നത് നിനക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. വിശ്വസിക്കുന്നതാണ് അമ്മയ്ക്കിഷ്ടം, അത്രയുള്ളൂ. എന്താ അമ്മേ നീണ്ടൊരു മുഖവുര? എന്നും അമ്മയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ലേ ഞാൻ നിന്നിട്ടുള്ളൂ. അതെ, ഞാനൊരു ഗായത്രിയമ്മേ, എന്തിനാ ഇതൊക്കെ ഉറക്കം വിളച്ചിരുന്ന് സംസാരിക്കേണ്ട പ്രാധാന്യമൊന്നും? രവിക്കുഞ്ഞു പോയി കിടന്നോളൂ. ബാക്കിയൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. ബാലമ്മ മതി. ബാലമ്മയ്ക്ക് അകത്തേക്ക് പോകാം. പോകാൻ. അമ്മയ്ക്ക് ശരിക്കും എന്താ പറ്റിയത്? എന്തിനാ ബാലമ്മയുടെ നിർദ്ദേശം? നോക്കൂ, അമ്മയുടെ ആദ്യമല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നേരത്തെ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞതുമാണ്. ഇത് പക്ഷെ അങ്ങനെയല്ല രവി. അങ്ങനെയാണമ്മ. മറുത്തൊരു വാക്ക് അമ്മയുടെ വായിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്ലീസ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് നീ ഒന്ന് കേൾക്ക്, എന്നിട്ട് നമുക്ക് തീരുമാനിച്ചാ പോരെ? ശരി, അമ്മ പറയും, ഞാൻ കേൾക്കട്ടെ. അയ്യോ, എഴുതിക്ക്. എന്താ പറ്റിയത്? കാലൊന്ന് സ്ലിപ്പായതാ കുഞ്ഞെ. നോക്കി നടക്കണ്ടേ ബാലമ്മ? വാ ബാലമ്മ, ഞാൻ കൊണ്ടാക്കാം.
മോളെ മോളെ എന്തു പറ്റി? മോളെ എന്താ എന്താ പറ്റിയ നിനക്ക്? ദുസ്വപ്നം കണ്ടോ നീ? ഒന്നുമില്ല അമ്മ. അല്ല, എന്തോ ഉണ്ട്. ഇന്നലെ രാത്രി നീ രവിസാറിന്റെ വീട്ടിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കുന്നതാ. സത്യം പറ, എന്താ പ്രശ്നം? ഒന്നുമില്ല അമ്മ, ഒരു പ്രശ്നവുമില്ല. അവിടെ ഇരിക്കുന്നീ. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി നീ. അതെ, നീ ഇനി അച്ഛനോടൊന്നും പറയാൻ നിൽക്കണ്ട. പകുതി മനസ്സിലായി ഇന്നലെ നിന്നെ അച്ഛൻ പോവാൻ സമ്മതിച്ചത് തന്നെ. ഇനി ഇതുകൂടി അറിഞ്ഞ ചെവി തല കേൾപ്പിക്കില്ല. ആ, വേഗം റെഡിയാവാൻ നോക്ക്. നീ എന്തിനാ അവിടെ തുണി നനച്ചു കൂട്ടി ബക്കറ്റിൽ കൊണ്ടുവച്ചിരിക്കുന്നത്? പിഴിഞ്ഞു വിരിക്കാൻ മോളോട് പറയാത്ത എന്താ? നടയിൽ അങ്ങനെ ഇരിക്കുന്നത് അവലക്ഷണമല്ലേ? ഓ, ഞാൻ വിരിച്ചോളാം. അവളതാ ഇപ്പൊ ഉറക്കണീറ്റതേ ഉള്ളൂ. അല്ല, നിങ്ങൾ പോയ കാര്യം എന്തായി? എക്സിബിഷൻകാര് സ്റ്റോള് തരാൻ സമ്മതിച്ചോ? സ്റ്റാളൊക്കെ കിട്ടും, പക്ഷേ അഡ്വാൻസ് കൊടുക്കണം. 1,00,000 രൂപ. പിന്നെ സ്റ്റാൾ ഇൻഷുർ ചെയ്യാനുള്ള തുക വേറെ. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കമ്മിറ്റി കൺവീനറെ കാണാൻ പോയത് മാത്രം മിച്ചം. നല്ല നമസ്കാരം പറഞ്ഞ് ഞാനിങ്ങ് തിരിച്ചു പോന്നു, അത്ര തന്നെ. നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ? മുഖത്താകെ ഒരു പരവേശം ഉണ്ടല്ലോ. പരവേശം കാണും. രാവിലെ കൺവീനറെ കാണാൻ പോയത് 9 കിലോമീറ്റർ നടന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 18 കിലോമീറ്റർ. എന്റെ ദൈവമേ, നിങ്ങൾ എന്തിനാ ഈ സാഹസത്തിനൊക്കെ പോയത്? 100-200 കൊടുത്താ ഒരു ഓട്ടോയിൽ പോകായിരുന്നില്ലേ? അത് ഒരു വാക്കിന്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആവുമ്പോ 400-500 ആവും. അത് ലാഭിച്ച മോളുടെ കല്യാണത്തിന് വരുന്ന പെണ്ണുങ്ങൾക്ക് കരിമഷിയെങ്കിലും വാങ്ങിച്ചൂടെ സരോജം? പലതുള്ളി പെരുവെള്ളമെന്നാ ചൊല്ല്. മാതാപിതാക്കളുടെ കാല് കുറെ തേഞ്ഞു തീർന്നാലേ പെൺകുട്ടികളുടെ കഴുത്തിൽ താലി കയറൂ. ഇനിയും മനസ്സിലായില്ലേ? കഷ്ടം. തപിടി. ശരി മാഡം. നിക്ക് മധുരയിലോ കോഫി കുടിച്ചോ? മധുരയിലോക്ക് ഒരു കോഫി കൊടുക്ക. എനിക്ക് വേണ്ട. എന്തു പറ്റി മധുരയിലോ? മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ. ഇപ്പോഴും ഇന്നലത്തെ സംഭവം ആലോചിച്ചോണ്ടിരിക്കുകയാണോ? മധുരല്ലോ, ഇത്രയ്ക്ക് സെന്റിമെന്റൽ ആവല്ലേ. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സാധാരണമല്ലേ. ആരും മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ലോ. ടേക്ക് ഇറ്റ് ഈസി.
അത് അങ്ങനെ വെറുതെ സംഭവിച്ചതൊന്നും അല്ല രേഖ. അത് ഈ വീട്ടിൽ നടക്കാൻ പോകുന്ന അനർത്ഥങ്ങളുടെ സൂചനയാണെന്ന എന്റെ വിശ്വാസം. എനിക്ക് തോന്നി ഇതിനി മദറിലോയുടെ മനസ്സിൽ നിന്ന് പോവാൻ 1-2 ദിവസം പിടിക്കുന്നുള്ളത് ഉറപ്പാ. Nobody can help you. ആ സാന്ദ്ര, താൻ ഇന്ന് ഓഫീസിൽ പോണ്ട, ലീവ് എടുക്കണം. ലീവ് എടുക്കാനോ? വൈ? ഇന്ന് എനിക്ക് ഷോപ്പിംഗ് നടത്തണം. താനും എന്റെ കൂടെ വരേണ്ടി വരും. ബില്ലൊക്കെ സെറ്റിൽ ചെയ്യണ്ടേ? അതല്ല, ഞാൻ മാത്രം ഷോപ്പിങ്ങിന് പോയാ അതെന്തിനു വാങ്ങി ഇതെന്തിനു വാങ്ങിയെന്ന് 100 ക്വസ്റ്റ്യൻസ് താൻ ചോദിക്കില്ലേ? ഐ ഹേറ്റ് ദോസ് ക്വസ്റ്റ്യൻസ്. ഞാൻ ശ്രീലക്ഷ്മിക്ക് വാങ്ങാൻ പോകുന്ന സാരികളൊക്കെ ചിലപ്പോ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അതുകൊണ്ട് താനും കൂടി വന്നേ പറ്റൂ. ഓക്കെ മാം, ഐ എം റെഡി. രേഖ, രേഖ, എന്റെ മൊബൈൽ കാണുന്നില്ലല്ലോ. താൻ എടുത്ത് എവിടെയെങ്കിലും വെച്ചോ? കഷ്ടം, ഞാൻ ദാ വരുന്നു. വാ വാ ഇങ്ങോട്ട്. എന്റെ മൊബൈൽ എവിടെ? ഞാൻ എടുത്ത് എവിടെ വെക്കാനാ? സാന്ദ്ര, കാര്യങ്ങളൊക്കെ മോൾക്കറിയാലോ. ഇനി നീ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്ക് മനസ്സിലാവുന്നമ്മേ. ഐ കൻ അണ്ടർസ്റ്റാൻഡ് യു. ഏതായാലും അമ്മ വിഷമിക്കണ്ട. ഈ വിവാഹം നടക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്റെ ഉറപ്പ്. ആക്ച്വലി എനിക്ക് ഈ വിവാഹം മുടക്കാൻ വലിയ വിഷമമുണ്ടെങ്കിലും രവിവർമ്മൻ സാറിന്റെയും ശ്രീലക്ഷ്മിയുടെയും നന്മയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് അമ്മയുടെ മനസ്സമാധാനത്തിന് വേണ്ടി ഈ വിവാഹം ഞാൻ മുടക്കും. ഐ പ്രോമിസ്. എന്തൊരു കഷ്ടമാണിത്. ശ്രീലക്ഷ്മി കുഞ്ഞിനെ ഈ വീട്ടിലെ മരുമകളായി കിട്ടാൻ ഗായത്രിയമ്മ എന്തുമാത്രം ആഗ്രഹിച്ചുവെന്ന് എനിക്കറിയാം. ഇപ്പൊ രവിക്കുഞ്ഞിന്റെ ജീവനു വേണ്ടി ഈ വിവാഹം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ ഒരു ധർമ്മസങ്കടത്തിൽപ്പെട്ട് ഗായത്രിയമ്മയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുവെന്ന് ആ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഞാൻ എന്ത് ചെയ്യാനാ ബാലമ്മ? ഇതൊക്കെ എന്റെ വിധിയാ. ഈ വിവാഹം നടന്നാൽ ഒരാപത്തും സംഭവിക്കില്ലെന്നാ രവി ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ ഇന്നലെ നടന്നത് നിങ്ങളൊക്കെ കണ്ടതല്ലേ? അതൊന്ന് കഴിഞ്ഞപ്പോ എന്റെ മനസ്സ് പൂർണ്ണമായി തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയില്ല. എനിക്ക് ഇങ്ങനൊക്കെ ചെയ്യാതെ വേറെ മാർഗമില്ലാതെ വന്നിരിക്കുന്നു. എന്റെ ഭഗവാനെ, ഇൻവിറ്റേഷൻ കാർഡ് വരെ വന്നു. ഇനി മോള് വിചാരിച്ചാൽ ഈ വിവാഹം മുടക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? അമ്മേ പ്ലീസ്, ഇൻവിറ്റേഷൻ കാർഡ് വന്നെന്ന് വെച്ച് അമ്മ പേടിക്കണ്ട. എനിക്ക് ഈ വിവാഹം മുടക്കാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമെന്ന് തീർച്ചയാണ്. വിവാഹ മണ്ഡപം വരെ എത്തിയ എത്രയോ കേസുകൾ മുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ശ്രീലക്ഷ്മി സച്ചി വിവാഹം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? സാന്ദ്ര, ഓ മൈ ഗോഡ്, താൻ എന്താ പറഞ്ഞേ? മാഡം, അത് മദറിലോട് താൻ എന്താ പറഞ്ഞേന്ന്? മൈ ഗോഡ്, തന്റെ മനസ്സ് ഇത്ര ദൂഷിച്ചതാണോ? യു സോ വെനമസ്. മാഡം പ്ലീസ്. എന്ത് പ്ലീസ്? മദറിലോയുടെ മനസ്സിൽ വിഷം കോരി ഒഴിക്കുന്നത് താനാണെന്ന് മനസ്സിലായി. ഈ വീട്ടിൽ എന്ത് നടന്നാലും അതിന്റെ നെഗറ്റീവ് സൈഡ് മാത്രം പറഞ്ഞ് മദറിലോയുടെ മനസ്സ് മാറ്റുമ്പോ എന്ത് ലാഭോ തനിക്ക് കിട്ടുന്നേ? പറയ് സാന്ദ്ര, കം ഓൺ. അത് മോളെ രേഖ, മദറിലോ ഒന്നും മിണ്ടാതിരിക്കോ? കം ഓൺ സാന്ദ്ര, സ്പീക്ക് ഔട്ട്. എന്താ താൻ പറഞ്ഞത്?
അത് മാഡം ഞാൻ സാന്ദ്ര, രേഖ ചോദിക്കുന്നത് കേട്ടില്ലേ? താൻ ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. വിവാഹ മണ്ഡപത്തിൽ എത്തിയിട്ട് വിവാഹം മുടങ്ങുമെന്നോ മറ്റോ എന്തോ ആണ് താൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ വന്നപ്പോ. യെസ് സർ, നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ്. പക്ഷെ മനസ്സിലാക്കിയത് തെറ്റായിട്ടാണെന്ന് മാത്രം. വാട്ട്? താൻ എന്തായി പറയുന്നേ? ഞങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുന്നില്ലെന്നോ? ഹൗ ഡെയർ യു? എക്സ്ക്യൂസ് മീ മാഡം, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് മുഴുവനും നിങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണ്. ഞാനും അമ്മയും ശ്രീലക്ഷ്മിയുടെയും സച്ചിയുടെയും വിവാഹം മുടങ്ങിയ കാര്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലാതെ നിങ്ങൾ തെറ്റായിട്ട് ധരിക്കുന്ന പോലെ ഒന്നുമില്ല. അമ്മേ, അമ്മ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ പ്ലീസ്. അതെ മോളെ, ഞങ്ങൾ അതേക്കുറിച്ച് സംസാരിച്ചത് ഇവിടെ. കല്യാണക്കുറികൾ അച്ചടിച്ചു കൊണ്ടുവന്നപ്പോ ഞങ്ങള് പഴയ കാര്യങ്ങൾ ഓർത്തുപോയതാ. ഇൻവിറ്റേഷൻ കാർഡ്സ് വന്നോ? എന്നിട്ട് എവിടെ എവിടെ കണ്ടില്ലല്ലോ. രഘു ഒന്ന് സഹായിക്കേ. പിടിച്ചോണേ. വാവ്, വാവ്, ബ്യൂട്ടിഫുൾ, ഫാന്റാസ്റ്റിക്. നോക്ക് രഘു, ഉഗ്രനായിട്ടുണ്ടല്ലേ? രഘു ഒന്ന് വായിച്ചേ, കേക്കട്ടെ ഞാൻ. ദാ ഹീറോ എത്തിയല്ലോ. ചേട്ടായി, വെഡിങ് കാർഡ്സ് വന്നു. ദേ നോക്കേ, എന്ത് രസമാണെന്ന്. നൈസ് അനതി കുട്ടി, കൊള്ളാം. ഞാൻ ഉറക്കെ വായിക്കട്ടെ, എല്ലാവരും കേൾക്കാൻ. ഏയ് കം ഓൺ രഘു, ഇനി അതിനൊന്നും സമയമില്ല. ഇന്ന് ഇപ്പൊ തന്നെ ഇൻവിറ്റേഷൻ കാർഡ്സ് കൊടുത്തു തുടങ്ങണം. അതാണ് അത്യാവശ്യം. ഓക്കെ രേഖ, പക്ഷേ ആദ്യം നമ്മൾ ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്കുള്ള ലെറ്റേഴ്സ് എത്തിക്കണ്ടേ? അതും ഈ ബണ്ടിലാണ്. അത് ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്കുള്ള കാർഡുകൾ നമുക്ക് രണ്ടുപേർക്കും കൊണ്ടുകൊടുക്കാം. എന്താ മധുരല്ലോ, ഞങ്ങൾ പോട്ടെ അങ്ങോട്ട്. യെസ് മാഡം, അത് മാഡവും രഘു സാറും അമ്മയും കൂടി കൊണ്ടു കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു കാര്യം ചെയ്യാം, ഷോപ്പിംഗിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഏയ് നോ 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 നോ, ഞാനില്ലാതെ ഷോപ്പിങ്ങിന് പോവാൻ സമ്മതിക്കേയില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മളെ റെപ്രസെന്റ് ചെയ്ത് സാന്ദ്ര തന്നെ വെഡിങ് കാർഡ് ശ്രീലക്ഷ്മിയുടെ വീട്ടില് കൊണ്ടുകൊടുക്കട്ടെ. എല്ലാരും എന്തു പറയുന്നു? ഞാനോ? അതെ, താനല്ലേ ഈ വിവാഹത്തിന്റെ ചീഫ് ഓർഗനൈസർ. അപ്പൊ പിന്നെ തനിക്ക് പോയാലെന്താ? ഐ നോ രേഖ, ഞാൻ എന്ത് പറഞ്ഞാലും അതിന്റെ ഓപ്പോസിറ്റേ നീ പറയൂ. എനിക്ക് അറിഞ്ഞൂടെ നിന്നെ. സാൻഡ്ര, തനിക്ക് എന്തെങ്കിലും എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ. വെഡിങ് കാർഡ്സ് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാം അവർക്ക്. സാറ് കൊണ്ടു കൊടുക്കാവുന്നോ? വൈ നോട്ട്? രവി, ആദ്യത്തെ ക്ഷണക്കത്ത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിക്കണം നമുക്ക്. അതാണ് കീഴ്വഴക്കം. അതുകൊണ്ട് ഉടൻ തന്നെ നീ ഇത് കൊണ്ടുപോയി പൂജിച്ചോണ്ട് വാ. സാന്ദ്ര പോട്ടെ ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്ക്. ശരി അമ്മ, ഞാൻ പോയിക്കോളാം. സാന്ദ്ര, ഇനി എന്താ നോക്കി നിൽക്കുന്നേ? ശ്രീലക്ഷ്മിക്കുള്ള ലെറ്റേഴ്സ് താൻ തന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടു കൊടുക്കണം. ഓക്കെ സാർ, ശരി. ബാലമ്മ,